പ്രദേശവാസികൾക്കും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും വളർന്ന് പന്തലിക്കുവാനും സർവശക്തൻ ഏവരെയും ധാരാളമായി അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇപ്പോൾ സ്നേഹമുള്ള ഡോക്ടർ ജോൺ സാറിനെ ആദരണീയരായ വൈദ്യശാസ്ത്രത്തിലെ വേദിയിലിരിക്കുന്ന അവരുടെ പ്രിയ സഭാംഗങ്ങൾ, ഞാൻ പലപ്പോഴും എല്ലാ വർഷങ്ങളിലും ആലോചിക്കുന്നു, ഈ അധിക വാർദ്ധക്യത്തിലുള്ള എന്നെ എന്തിനാണ് ഇങ്ങനെ ക്ഷണിക്കുന്നത്? അർത്ഥവത്തായ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നത്. പക്ഷേ എങ്കിൽ ഈ വർഷവും അച്ഛനവർ എനിക്കൊരു നോട്ടീസ് തന്നു. മുമ്പത്തെ പോലെ സാറ് വരണം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ശിരസാ വഹിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട് നാഗമണ്ഡലം സഭയുടെ ആരാധനയിൽ പങ്കെടുക്കാൻ. അങ്ങനെ ആൻഡലിൽ ഇവിടെ പങ്കെടുക്കുന്നു. ഒരു അതിഥിയായിട്ട് തന്നെ വന്ന തീരുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പലപ്പോഴും. പക്ഷെ അല്ലാതെ എൻ്റെ ഇടപെട്ട് ഞാൻ മാറി നിൽക്കില്ല. എനിക്ക് ഒരു വേദവചനം മാത്രം ഓർമ്മപ്പെടുത്തി പിരിയാമെന്ന് വിചാരിക്കുന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം ലഭ്യമാകുന്ന വചനം പഠിപ്പിക്കുന്നത്. ഞാൻ നാഗപുരം സഭയിൽ വന്നിട്ട് ഒരുപാട് വർഷമായി. എൻ്റെ പ്രിയ സുഹൃത്ത് ബെല്ലരി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രായം ഞാൻ ഇവിടെ കണ്ടിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. അന്ന് മുതൽ ഒരു പ്രത്യേക സവിശേഷ ഗുണം ഈ സഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സഭയാണ് ഞാൻ ഉത്തരം പ്രശംസിക്കുന്നത്. കുട്ടികൾ സൺഡേ സ്കൂൾ പരീക്ഷ എഴുതുന്നത് ഞാൻ വളരെ 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 ആവേശത്തോടുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്കൂളിൽ പബ്ലിക് പരീക്ഷ എഴുതുന്നതിനേക്കാളും എത്രയോ മടങ്ങ് പ്രാധാന്യം കൊടുത്താണ് ആ കുട്ടികൾ പരീക്ഷ എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേയുള്ള കാര്യമാണ്. എൻ്റെ ദൈവാലയത്തിൽ പോയി ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം രക്ഷിതാക്കൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ എത്രമാത്രം ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സാക്ഷ്യത്തിലുമൊക്കെ ഷൈജു സാറിൻ്റെ സാക്ഷ്യത്തിലൊക്കെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ഞാൻ പ്രശംസിക്കുന്നത് നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളെക്കാളും ഈ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി കഠിനമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി അധ്വാനിച്ച മാതാപിതാക്കളാണ്. അവരെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരുടെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. എത്രയെങ്കിലും ആളുകൾ ഒരു വർഷത്തിനിടയിൽ വളരെ മഹത്തരമായ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ കഴിയും. അത് അവരുടെ അധ്വാനവും പ്രാർത്ഥനയും കരുതലുമാണ്. പിന്നെ ഈ സമയപ്പറ്റി ഓർക്കുമ്പോൾ ഞാനിവിടെ പഠിപ്പിക്കാനായിട്ട് പകർന്ന് കടന്നു വരുമ്പോൾ എനിക്കറിയാം ചെറിയ ദൈവാലയം. പക്ഷെ അതിലത്ര മടങ്ങ് റേറ്റ് ഓഫ് ഗ്രോത്ത്. എൻ്റെ മാതൃകടമക ഒരു ഡിസ്ട്രിക്ട് സെൻ്ററാണ്, വലിയ വലിയാണ്. റേറ്റ് ഓഫ് ഗ്രോത്ത് നോക്കുമ്പോൾ ആഹുരം എത്രയോ ഉന്നതങ്ങളിലാണ്. ഇത് നിങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. സുവിശേഷ പ്രചരണത്തിലാണെങ്കിൽ നിങ്ങൾ എൻ്റെ പള്ളിയേക്കാൾ വളരെ മുന്നെയാണ്. ഒരു സുവിശേഷ പ്രദേശത്ത് നിന്നുകൊണ്ട് അവിടെ നിങ്ങളുടെ ദേവാലയം പണിതിട്ടുണ്ട്, അവിടെ ഒരു പാർസനേജ് കൂടെ പണിതിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ശരിയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പാർസനേജ് എൻ്റെ
ഞങ്ങളൊരു ചെറിയ പള്ളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ CUF-ആയിട്ട് തുടങ്ങിയതാണ്. അവിടെ ഒരു കോമ്പൗണ്ട് വളർത്തി കെട്ടിയിട്ടല്ലാതെ ഒരു പേഴ്സണേജ് പണിയാൻ ആളുകളെ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിൽ എല്ലാ വർഷവും ആ സ്ഥലം ഞാൻ പോയി കാണുകയും ചെയ്യും. ഞാനിത് പറഞ്ഞത് ഞങ്ങളിത് ചെയ്യുന്നു എന്നുള്ളത് പറയാനല്ല. നിങ്ങൾ എത്രയോ മുന്നെയാണ്, എത്രയോ കാലം മുന്നോട്ട് സഞ്ചരിച്ചു. ദൈവം നമ്മളെ ഇനിയും ധാരാളം അനുഗ്രഹിക്കുന്നത്. പക്ഷേ ഈ റേറ്റ് ഓഫ് ഗ്രോത്ത് നോക്കുമ്പോൾ വളർച്ചയില്ലാത്ത ഒരേ ഒരു പ്രസ്ഥാനം ഈ സഭയിൽ ഞാൻ കാണുന്നത് ഗായസംഘമാണ്. ഇവിടെ ഇരിക്കുന്നവർ വളരെ ചിരിയുണ്ട്. എൻ്റെ ഉള്ള ചിരിയോടുകൂടെ അല്പം ഖേദവും ഉണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കോയിലേക്ക് കടന്നു വന്നത്. ഞാൻ ഇന്ന് വളരെ ബഹുമാനിക്കുന്നു. കുഞ്ഞുകാലത്ത് വളരെ സ്നേഹിച്ചിരുന്ന പ്രിൻസിഡൻ അച്ഛൻ എൻ്റെ ബന്ധുവാണ്. അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ച് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. സാർ അവിടെ പോയത് പഠിപ്പിക്കാൻ. ഞാനൊരു ഔട്ട്ഡോർ ഫെയർ മാസ്റ്ററായിട്ട് ആദ്യം വരുന്നത് നാഗപുര സഭയാണ്. ഒരുപക്ഷെ കോടതി ടീച്ചർ അദ്ദേഹത്തിൻ്റെ ആന്റിയാണ്, അമ്മയുടെ അനിയത്തിയാണ്. ഞങ്ങൾ ബന്ധുക്കളാണ്. അതുകൊണ്ടായിരിക്കാം എന്നെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രിൻസിപ്പൽ അച്ഛൻ നമ്മുടെ മിനിസ്ട്രിയിൽ കയറിയിട്ടില്ല. പള്ളിയായിട്ട് സാറിന് റെമ്യൂണറേഷൻ തരാനൊന്നും കഴിയില്ല. പക്ഷെ അവർ കുറെ കളക്ഷനൊക്കെ എടുത്ത് സാറിന് ഒരു 40 രൂപ തരും. എനിക്കതിന് ഒരു ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. രൂപ ഒരു വിഷയമായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നില്ല ഫ്രണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ കടന്നു വന്നതാണ്. കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിവുണ്ട്. എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ആഗ്രഹത്തോടൊപ്പം ഈ ഗായസംഘത്തെ വളർത്താൻ കഴിയുന്നില്ല. കാരണം ഞാനല്ല, നിങ്ങളാണ്. അമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, നല്ല ഒരു സാമ്പാർ വയ്ക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വിഭവങ്ങളില്ലാതെ സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. എഴുതി വേണമെങ്കിൽ ഒട്ടിക്കാൻ സാമ്പാർ. ഇത് ഞാൻ എന്തിനു പറയുന്നു? ഒരു സാമ്പാറിന് വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ വീട്ടമ്മയ്ക്ക് പാചകം ചെയ്ത് രുചികരമായ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ കഴിയുന്നു. അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ്. 2025 വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ദിവസങ്ങളെ സഭ വളരെ ഊർജിതമായിട്ടുള്ള ആലോചിക്കണം. ഞാൻ ഇവിടുത്തെ അച്ഛനോട്, ഇവിടുത്തെ സെക്രട്ടറിയോട്, എനിക്ക് സ്നേഹമുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു, വിഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഗായസംഘത്തിന് നടത്താൻ കഴിയില്ല. കേവലം 14 വർഷം കൊണ്ട് നിങ്ങൾ പോയി അന്വേഷിക്കണം. മലയം CSI സഭ 14 വർഷങ്ങളായാലും അവർ ഹാർമണി മ്യൂസിക് എന്താണെന്ന് പഠിച്ചത്. പക്ഷേ ഞാൻ അഭിമാനത്തോടുകൂടെ ഈ ദൈവസന്നിധിയിൽ നിന്ന് പറയുന്നു, എൻ്റെ പ്രതീക്ഷയേക്കാൾ അധികമായിട്ട് ആ ഗായസംഘം വളർന്നു വരും. 78 അംഗങ്ങളാണ് ആ ഗായസംഘത്തിലെ ഇന്ന് മെമ്പർഷിപ്പ്. ആലോചിക്കണം നിങ്ങൾ, 78 അംഗങ്ങൾ. അപ്പൊ അവിടെ ഒരു മാസത്തെ എന്ത് അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, മോഡറേറ്റ് ലിറ്ററേച്ചർ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കത് സാധിക്കുമെങ്കിൽ വളരെ വളരെ ഉന്നതമായ പദവികളിലേക്ക് കാലഘട്ടത്തിൽ വച്ചുകൊണ്ടിരിക്കുന്ന നാഗപുരം സഭയ്ക്ക് ഇത് കഴിയാത്തതല്ല. അതുകൊണ്ട് ഈ ഒരു അഭ്യർത്ഥന വച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. നാഗപുരം സഭയ്ക്ക് നല്ലൊരു ഈ സഭയ്ക്ക് അങ്ങനെ വളരുന്ന
ശരാശരി വളർച്ചയുടെ നിലവാരത്തിലെ ഗായക സംഘത്തെയും കൂടെ ഉയർത്തണമെങ്കിൽ ഈ കൂടെ പാടാൻ കഴിവുള്ള ആളുകൾ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല ആളുകളും ഇന്ന് പിന്മാറ്റക്കാരാണ്. പിന്മാറ്റം റിട്ടയർഡേഴ്സ് അത് പഠനത്തിലുള്ളതാണ്. പിന്മാറ്റക്കാരായിരിക്കുന്ന ആളുകൾ ഇത് ആലോചിക്കണം. നമ്മുടെ സഭയിൽ നല്ല കരുത്തുറ്റ സാഹചര്യത്തിന് ഒത്തിണങ്ങുന്ന മറ്റു സഭകളോട് ഇടപെടിക്കാൻ ഒരു കാര്യസംഘം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മനസ്സൊരുക്കുക. ബഹുമാനപ്പെട്ട സഭ നിങ്ങൾ ആരെ വിളിച്ച് പഠിപ്പിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഒരുപാട് നാൾ വരാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ പാടാൻ കഴിവുള്ളവരല്ല ഗായക സംഘത്തിൽ കടന്നു വരണം. അതിൻ്റെ ഫണ്ടമെന്റൽസ് പഠിക്കണം. അത്ഭുതങ്ങളൊന്നും വേണ്ട. അതിൻ്റെ ഞാൻ നേരത്തെ മലയാളിയുടെ മോഡറേറ്റ് ലിറ്ററേച്ചറുള്ള ആളുകൾ മതി. 10ാം ക്ലാസ് പാസ്സാകാത്തവർ ആരംഭിക്കുവാനും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മതി. അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ച് പഠിപ്പിക്കില്ല. നല്ലവരെ ഗായസംഘം കൂടെ ഈ സമയത്ത് വാർത്തെടുക്കുക. നിങ്ങൾ മനസ്സ് വയ്ക്കണം. സഭ അതിനുവേണ്ടി കരുതണം. ഇതുവരെ വളർത്തിയ ദൈവത്തിന് നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നമ്മുടെ തർണിയം ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിയായി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ചുമതലയേറ്റെടുത്ത പ്രിയമുള്ള ജോയ് ജോൺസൺ സാറിനെ ആശംസകൾ നമുക്ക് അറിയിച്ചു. നിങ്ങളുടെ സഭയുടെ മുഖ്യാധികാരിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ശിശുമാരെ വേദിയിലായി ഇന്ന് ഈ സഭാതലത്തിൽ സഭയുടെ തന്നെ അനുഗ്രഹീതരായ അനുമോദനാർഹരായ വ്യക്തിയുടെ സഭാ കമ്മിറ്റിയംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ, എല്ലാറ്റിലും ഉപരി ഈ സഭയെ ഇത്രയും മനോഹരമായിട്ട് സ്വന്തമായിട്ട് നയിക്കുന്ന സഭാ വിശ്വാസികൾ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഭയുടെ 95ാമത് ജന്മദിനത്തിൽ ആയിരിക്കാൻ ഇടനൊക്കെ ദൈവത്തെ ഞാൻ ആദ്യമായിട്ട് സ്വപ്നം ചെയ്തു. എൻ്റെ മനസ്സിലൂടെ കടന്നുവന്ന ഒരു വാക്യം, ഇതാ സഹോദരി സഹോദരന്മാർ വർദ്ധിപ്പിച്ച് വസിക്കുന്നത് എത്ര സുഖവും എത്ര മനോഹരവും ആയിരുന്നു. ഇന്ന് പക്ഷേ അച്ഛനും ആ വാക്യം പറയും. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന വാക്കാണ് ഞാൻ ആമുഖമായി പറയുന്നത്. 95 വർഷക്കാലം ഈ നാടിൽ പ്രകാശപ്പെടുത്തിയ ഈ സഭ വരുന്ന നാളുകളിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യണം. പിന്നെ നമുക്ക് വളരെ മനോഹരമായ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കണം. ഈ നാടിന് ഒരു പ്രകാശം വർദ്ധിക്കുന്നതിനെ ഇവിടെ നിലനിൽക്കാൻ ഒരു ഇടയാകട്ടെ. തീർച്ചയായിട്ടും വളരെ മോട്ടിവേറ്റഡായ ഉപദേശങ്ങളിലൂടെയും നമ്മെ നയിക്കുന്ന ഒരു സഭയാണ് ഇന്നത്തെ യൂത്ത് ചോദിക്കുന്ന സഭയിൽ വന്ന എന്ത് പ്രൊഫഷൻ തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ വന്നോ തീർച്ചയായിട്ടും നേരത്തെ വന്നതുപോലെ അനേക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് സഭയിലൂടെയാണ്. അതുകൊണ്ട് ഈ സഭ ഒരിക്കലും ഇതിൻ്റെ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് ഇനി വരുന്ന യുവജനങ്ങളിലാണ്. ഇത് കാലാകാലം വളരെ പ്രകാശത്തിൽ ഈ നാടിൽ തന്നെ മാതൃകയായി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 95ാമത് സഭാതലം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ എല്ലാവിധമായ ആശംസകൾ നൽകിക്കൊണ്ട് ഞാൻ വ്യക്തിത്വം വിളിക്കുന്നു. ദൈവം നിങ്ങളെ സംഖ്യാനുമാകട്ടെ. നമ്മുടെ സഭ ഉൾക്കൊള്ളുന്ന വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന ശ്രീധരന്മാർ സഭാതലങ്ങൾ അനുമോദനത്തിനർഹരായ
തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിനെ ഒരു ചിട്ടപ്പെടുത്തി എടുക്കേണ്ട ഒരു സമയം കൂടെയാണ് ഓരോ സഭാതലവും. അതിന് സർവശക്തനായ ദൈവത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം 95 സഭാദിനെ ആഘോഷിക്കുന്ന മനാമത സഭയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മുടെ ജൂനിയർ പേരിന് ശക്തമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജയേഷ്. വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ക്രിസ്തുവിൽ പ്രിയ സഭയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. 95ാം സഭാദിനം ആഘോഷിക്കുന്ന CSC നാഗപുരം സഭയ്ക്ക് 1000 ജന്മദിനാശംസകൾ ഞാൻ ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഈ പ്രത്യേക ദിനത്തിൽ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട റിനോഷൻസിനോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടും ഉള്ള നന്ദി ഈ സമയം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതിലുപരി എന്നെ ഇവിടെ നിർത്തിയ സർവശക്തനായ ദൈവത്തെ ഞാൻ സ്തുതിച്ചു കൊള്ളട്ടെ. 95 വർഷങ്ങൾ CSC നാഗപുരം സഭ ഈ പ്രദേശത്ത് ഒരു വിളക്കായി ശോഭിച്ചു എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അനേകം വിശ്വാസികളുടെ കണ്ണീർ വീണ സ്ഥലത്താണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച സ്ഥലം കൂടെ ആണ്. സീനിയർ ക്വയറും നൽകുന്ന അതേ പ്രാർത്ഥന ജൂനിയർ ക്വയറും CSC നാഗപുരം സഭ നൽകുന്നത് ജൂനിയർ ക്വയർ മാസ്റ്റർ എന്ന നിലയിൽ അങ്ങേയറ്റം സന്തോഷം ഉണ്ട്. അതിലുപരി അങ്ങേയറ്റം അഭിമാനം എനിക്കുണ്ട്. ഈ കൊച്ചുകൂട്ടുകാരുടെ ഓരോ ഗാനങ്ങളും ദൈവസന്നിധിയിൽ വിലമതിക്കാനാവാത്ത യാഗമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിൽ ഓടിയുള്ള ഒരു ഗാനം ഞാൻ ഇവിടെ പാടാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വലിയൊരു വിളക്കായി ശോഭിക്കട്ടെ. ഭാവി 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ CSC നാഗപുരം സഭയിലെ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അർത്ഥമേക്കെന്ന് ഏറ്റുപറയാൻ ഓർമ്മിപ്പിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ എവിടെ സമർപ്പണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ 95ാമത് സഭാ വാർഷികത്തിൻ്റെ ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ടവർ നമ്മളോടുണ്ട്. അവരുടെ ആശംസാ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ്, പ്രചോദനമാണ്. മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ശക്തിയാണെന്നുള്ളതിൽ സംശയമില്ല. ക്ഷണം സ്വീകരിച്ച് ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ടവർക്കുള്ള സഭയുടെ ആദരവ് ഈ സമയം നൽകുകയാണ്. ആദരവ് നൽകുവാനായിട്ട് സ്നേഹമുള്ള സുശീലഞ്ചിനെയും അത് സ്വീകരിക്കാനായിട്ട് പ്രിയ അതിഥികളെയും ക്ഷണിക്കുന്നു. ആദ്യമായി സ്നേഹമുള്ള ഡോക്ടർ അനുഷ ഡോക്ടർ ജോൺസൺ, കൗൺസിൽ സെക്രട്ടറി ജോയ് ജോൺസൺ. അദ്ദേഹം കൗൺസിൽ സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ് നമ്മുടെ ഇടവകയിൽ.
നമ്മുടെ ജൂനിയർ ക്ലബിനെ നമസ്കാരം ജയ്. പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. പുറത്ത് ധാരാളം പിള്ളേരുണ്ട്.